ശ്രീ പ്രമീള ദേവി, സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസ് എടുക്കണമെന്ന ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇതേ ചോദ്യം തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പൊതുസമൂഹവും ചോദിക്കുന്നത്. എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്നടക്കം. അല്ല, ഇത് വെറും കോമൺ സെൻസിന്റെ ഒരു വിഷയമല്ലേ? ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരാൾ വാക്കുകൊണ്ടോ വാചികമായോ കായികമായോ ലൈംഗികമായോ പീഡിപ്പിക്കുന്നു. ഒരു സ്ത്രീയെയല്ല, ഒരു കൂട്ടം സ്ത്രീകളെ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു. കുറ്റവാളികളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് പ്രമുഖ സംവിധായകൻ, പ്രമുഖ നിർമ്മാതാവ്, പ്രമുഖ നടൻ എന്ന് പറഞ്ഞ് ഇവർ കുറ്റവാളികളെ മറവിൽ നിർത്തുന്നത് ഗൗരവപരമായ വലിയ കുറ്റകൃത്യം തന്നെയാണ്. ഒരുപക്ഷെ അവർ ചെയ്ത കുറ്റത്തെക്കാൾ വലുതാണ് ഈ കുറ്റത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നത്. എന്തുകൊണ്ട് സർക്കാരിന് ഈ കുറ്റവാളികളുടെ പേര് പുറത്തു വിട്ടുകൂടാ? നിയമം അനുശാസിക്കുന്നത് ഇരയുടെ പേരോ ഇരയെ മനസ്സിലാകാൻ പോകുന്ന വിവരങ്ങളോ പുറത്തറിയരുത് എന്ന് മാത്രമാണ്. കുറ്റവാളിയെ സമൂഹത്തിന്റെ മുൻപിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്, എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട്. കുറ്റവാളിയുടെ പേരിൽ ഇരയുടെ പരാതിയിന്മേൽ, അത് പ്രത്യേകിച്ചൊരു പരാതി ഇനി വേണ്ട, ജസ്റ്റിസ് ഹേമ നേതൃത്വം നൽകുന്ന കമ്മീഷന് മുൻപിൽ അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിർബന്ധമായും ഈ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. കുറ്റം ചുമത്തി കേസെടുക്കേണ്ടതാണ് എന്നത് വലിയ നിയമജ്ഞാനമൊന്നും ആവശ്യമുള്ള കാര്യമല്ല മനസ്സിലാക്കാൻ. അത് കേവലമായ വെറും സാമാന്യ ബുദ്ധി മാത്രമാണെന്നിരിക്കെ, കോമൺ സെൻസ് മാത്രമാണെന്നിരിക്കെ അത് ചെയ്യാതിരുന്ന സർക്കാരിന്റെ നടപടി വലിയ കുറ്റകൃത്യമാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ക്രിമിനൽ കേസെടുക്കാം എന്നത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഇനിയെങ്കിലും സർക്കാർ ഇടപെടുകയാണ്. അപ്പോഴും സർക്കാർ ഇന്നും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു നിയമം ഒന്നും തന്നെ ഇല്ല. ഈ നിയമങ്ങളൊക്കെ തന്നെ പരിഷ്കൃതമായിട്ടുള്ള നിയമങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെയും സർക്കാർ പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കുള്ളൂന്നാണ്. ഇനിയും പരാതിയുമായിട്ട് ഈ മൊഴി നൽകിയവർ തന്നെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഈ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന് എടുത്തെടുത്ത് പറയുമ്പോഴാണ് ഇത്രയും വലിയ ഗുരുതര കുറ്റകൃത്യങ്ങളുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും ഇതിൽ മൗനം പാലിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തത് പിണറായി സർക്കാർ തന്നെയല്ലേ? തീർച്ചയായും പിണറായി വിജയന്റെ സർക്കാരാണ് ഇതിനകത്തെ ഒന്നാം പ്രതി എന്ന് ഞാൻ കരുതുന്നു. കാരണം കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ട്, കുറ്റവാളികൾക്ക് മറ തീർത്തുകൊണ്ട്, അവരെ വെളിച്ചത്ത് വരാൻ അനുവദിക്കാതെ അവരെ കാത്തു രക്ഷിക്കുന്ന പിണറായി സർക്കാരാണ് ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് തീർച്ചയായും പറയേണ്ടി വരും. കാരണം ഇനി ഒരു പരാതി ആവശ്യമില്ല. നിയമാനുസൃതമായി മനസ്സിലാക്കുന്ന ഏതൊരു സാധാരണ പൗരനും അറിയാം, അവർ കമ്മീഷന് മുൻപാകെ കൊടുത്ത മൊഴിയാണ് പരാതി. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് കൊടുത്ത മൊഴിയാണ് പരാതി. ഇനി പ്രത്യേകിച്ചൊരു പരാതിയുടെ ആവശ്യമില്ല. പരാതി ഇല്ലാതെ തന്നെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യേണ്ടതാണ് കുറ്റവാളികൾക്കെതിരെ, പ്രതികൾക്കെതിരെ എന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അതറിയാഞ്ഞിട്ടല്ല പിണറായി വിജയന്റെ സർക്കാർ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഇത് ദീർഘിപ്പിക്കുന്നത്. ചിലരെ സംരക്ഷിക്കാനുണ്ട്, ചിലരുടെ മാനം കാക്കാനുണ്ട്, ചിലരുടെ മുഖം മൂടി തകർക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് കുറ്റവാളികളോട് പിണറായി സർക്കാർ പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പിണറായി വിജയൻ കുറ്റവാളികളോട് പറയുന്നു. ഇതുതന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. പക്ഷേ അഭ്യസ്തവിദ്യരുടെ കേരളം, നിയമബോധ്യമുള്ളവരുടെ കേരളം ഇത് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ക്രിമിനൽ കുറ്റം ചാർജ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിലൂടെ വനിതാ കമ്മീഷനെയും കൂടെ കക്ഷി ചേർത്തിരിക്കുകയാണ് കോടതി. അതെ, തീർച്ചയായും വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇതിനകത്ത് കുറ്റവാളികളാണ്. കാരണം വനിതാ കമ്മീഷന് അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചൊരു പരാതിയുടെ ആവശ്യമില്ല എന്നത്. അത് അങ്ങനെ ഒരു സത്യം ബാക്കി നിൽക്കാൻ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുകയും വനിതാ കമ്മീഷൻ സ്യോമോട്ടോ സ്വമേധയാ കേസെടുക്കുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വനിതാ കമ്മീഷനും ഇതിൽ കുറ്റവാളിയാണ് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ഈ കുറ്റകൃത്യത്തിന് അരുനിൽക്കുന്നവർ, കുറ്റകൃത്യം മറച്ചു വെക്കാൻ സഹായിക്കുന്നവർ മുഴുവനും കുറ്റവാളികളാണ്. അവർക്കെതിരെ എല്ലാം കേസെടുക്കേണ്ടതാണ്, സ്യോമോട്ടോ കേസെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു സർക്കാരിന്റെ കീഴിലായതുകൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതാണിപ്പോൾ വനിതാ കമ്മീഷനെ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
പ്ലീസ് ഒരിക്കൽ കൂടി ചോദിക്കണേ, കേട്ടില്ല. ഇടത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു വനിതാ കമ്മീഷൻ ആയതുകൊണ്ട് മാത്രം അവർക്ക് പരാതി കിട്ടിയാൽ പോലും കേസ് അന്വേഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും ഇടത് സർക്കാരിന്റെ കമ്മീഷനുകളൊക്കെ കേവലം നിർജീവമായ പുസ്തകത്തിലെ ചിത്രങ്ങൾ മാത്രമാണ്, ഏട്ടിലെ പശുക്കൾ മാത്രമാണെന്ന് നമുക്കറിയാം. അവർക്ക് സ്വേച്ഛയായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് സ്വമേധയാ ഒന്നും ചെയ്യാനാവില്ല. അവർ കൈയും വായും കൈകെട്ടി വാ മൂടപ്പെട്ട അവസ്ഥയിലാണ് അവര്. അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് നിർബാധം കേസെടുക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ സിയോ മോട്ടോ കേസ് എടുക്കേണ്ടതാണ്, എടുക്കാവുന്നതാണ് എന്നല്ല, എടുത്തേ മതിയാകൂ എന്നതാണ് യാഥാർത്ഥ്യം.